ഹായ് സുഹൃത്തുക്കളെ, ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയവരാണെങ്കിൽ, ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ, സബ് ഇൻസ്പെക്ടർ ഒക്കെ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റോൾ നമ്പർ ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. PSCയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് അവൈലബിൾ ആണ്. PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് അതാത് പരീക്ഷകളുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ റോൾ നമ്പർ അതിലുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രിലിംസ് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരുന്നു. അതിൽ നിന്ന് പല പോസ്റ്റുകളിലേക്കുള്ള പ്രധാനമായും 4 പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടത്തിയത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. അപ്പൊ ഇത് ഓരോന്നിന്റെയും കട്ട് ഓഫ് കഴിഞ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 46.76 മാർക്കാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 49,000-ഓളം പേര് അതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ സെപ്റ്റംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവുക. അതിന്റെ സിലബസ് ഉൾപ്പെടെ നേരത്തെ തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സബ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42.48 മാർക്കാണ്. 22,338 പേര് സബ് ഇൻസ്പെക്ടറുടെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആംഡ് പോലീസ് SIക്ക് അതിലും താഴെയാണ്. 33.15 മാത്രമാണ് ആംഡ് പോലീസ് SIയുടെ കട്ട് ഓഫ്, വളരെ താഴെയാണ്. 21,000 പേര് ആംഡ് പോലീസ് SIയുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻസ് എഴുതാനുള്ള ഈ ലിസ്റ്റിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് 68.07, യൂഷ്വലി അത് മുകളിലാണ് നിൽക്കുക. 844 പേരെയാണ് ആ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഗസ്റ്റിലാണ് നടക്കുക. അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഇതിന്റെ മെയിൻസ് ഉണ്ട്. അപ്പൊ സ്ട്രോങ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ജോലി ഈ വർഷം തന്നെ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.